ദൈവമേ, ഇത് കാണുമ്പോ സങ്കടം വരിക. ഞാൻ വിചാരിച്ചു മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന മരുമോള് ഒരു 5 പവന്റെ വളയിൽ തരുമെന്നാണ് വിചാരിച്ചത്. കണ്ടോ, ഇത് കണ്ടോ, വെറും 500 പോലത്തെ കണ്ടോ, ഇത് അരപ്പവൻ പോലും കാണത്തില്ല. എനിക്കാണ് അങ്ങ് നാണം കേടാ. അവിടെ ചെല്ലുന്നോണ്ടാ ചോദിക്കും, അമ്പിച്ചേച്ചി ആ വളയൊന്ന് കാണിച്ച് അമ്പിച്ചേച്ചിയുടെ മരുമോളിട്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഷേർലിയുടെ മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഉടനെ അവർക്കൊരു 5 പവന്റെ വളയാണ് കൊടുത്തത്. കുടുംബശ്രീയുടെ വാതൊക്കെ വന്നപ്പോഴേ എൻ്റെ ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ടാവാന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം ചെല്ലുന്ന ഉടനെ എന്ത് അമ്പിച്ചേച്ചി വള ഇട്ട് കാണിച്ച് മരുമോളിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത്? ഈ വള കാണിക്കാനും പറ്റും. ഇതെന്താ ഞാനൊരു വെറുതെ 2 ഗ്രാം പോലും കാണത്തില്ല. കൊണ്ട് തൂക്കി നോക്കണം ഇത് എത്ര ഉണ്ടെന്ന്. വലിയ കാര്യത്തെ ആഗ്രഹിച്ചിരുന്ന ഒരു 3-4 പവനയിലും കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. കണ്ടോ എന്തോന് കൊള്ളാം ഈ വളയും. കുടുംബശ്രീയിൽ എങ്ങനെ പോകുന്ന നാണക്കേടുമാണ്. അപ്പം ഇത് കാര്യം ചെയ്യാം. ഇത് നമ്മൾക്ക് ചങ്ങനാശ്ശേരിയിൽ എങ്ങാനും ചെന്ന് ഒരു നല്ല വീതി ഒന്നും ഒരു വള മേടിച്ചുകൊണ്ട് വന്നില്ല. അപ്പൊ ആരും അറിയത്തില്ലല്ലോ അത് കൊണ്ടുവന്നില്ല. അപ്പൊ ഷേർലിക്ക് അവിടെ അഹങ്കാരം ഒന്ന് നിൽക്കും. അവള് പറയും അവിടെ മോൻ കെട്ടിക്കൊണ്ട് വരുന്ന അവിടെ മരുമോളോ നല്ല വളയൊക്കെ കൊടുക്കുന്നതാണ്. എന്റെ മരുമോളും 5-6 പവന്റെ വള തന്നില്ലേലും തന്നത് നാട്ടുകാരറിയണം. അതാണ് നല്ല സങ്കടമായിപ്പോയി. എന്നാലും ഒന്ന് തൂക്കി നോക്കണം ഇത് എത്ര ഉണ്ടെന്ന്. ഞാനൊരു പോലത്തെ ചെറിയ 2 ഗ്രാം കാണുമായിരുന്നു. ആരും സങ്കടമായി. എനിക്ക് ഏറ്റവും വിഷമം ഈ കുടുംബശ്രീ ചെല്ലുമ്പോൾ പെണ്ണുങ്ങളെല്ലാം വന്ന് നിൽക്കും. അമ്പിച്ചേച്ചി വളയെന്ന് കാണിച്ച്, അമ്പിച്ചേച്ചി വളയെന്ന് കാണിച്ചെന്ന് പറഞ്ഞു. അതാണ് സഹിക്കാൻ വയ്യാത്ത സങ്കടം.